കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്. ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. അന്ന് കിച്ചുവിനെ പറ്റി ഞാൻ അന്ന് പാടുന്ന പാട്ടായിരുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. സൗണ്ടൊന്നും ശരിയാകത്തില്ല, ഞാൻ പാടാം. കാർത്തിക രാത്രിയിലെൻ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈ വളർന്നും മെയ് വളർന്നും കൺമണിയാ തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂർത്തതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയാണ് ആ കൊച്ചിനെ. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല. മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചൊരു എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാനും സുധിച്ചേട്ടൻ ഒരു ഉദാഹരണം. അയ്യടാ, അവൻ വന്നല്ലോ. ടീച്ചറെ വീട്ടുകാർ കാണിച്ചോ? അവനെ കാണിച്ചോ? ഇറക്കി വിട്ടല്ലോ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എന്തോ പറഞ്ഞേ? ആർക്കാണ്ടോ എന്തിനോ വേണ്ടി അവൻ ഇവിടെ വന്നു, പേരിന് വേണ്ടി ഒന്ന് വന്നു. ഇന്ന് പറയ, ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തോ നാടാ ഇത്? രേണുസുതിയെ വെളുപ്പിക്കാനും കിച്ചുവിന്റെ ജീവിതം ഇല്ലാതാക്കാനും വേണ്ടി നടത്തുന്ന ഒരു ഇന്റർവ്യൂ. അതാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിലിരിക്കുന്ന ഈ അവതാരക എന്ന് പറയുന്ന കൊച്ച്, ഈ കൊച്ച് ഈ ഇന്റർവ്യൂവിൽ ഒരു 30 മിനിറ്റ് ഉടനീളം കരയുകയാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കൊച്ചിന്റെ കണ്ണിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഗ്ലിസറിനെ കാണാൻ വാരി പൊത്തിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഈ 30 മിനിറ്റും ഈ കൊച്ചിന്റെ ഇത് തന്നെയാണ് കൊച്ചിന്റെ ഒരു അവസ്ഥ. ബാക്കി കാണാം. ആരും പറയണ്ട, സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മയെന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അവളുടെ സ്വന്തം മോനെ. അങ്ങനെ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസ അയക്കോ എന്തോ ആകട്ടെ, എന്തിനും ആണെന്നറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, റീച്ച് ഉണ്ടാക്കുന്ന, നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള കേറട്ടെ, സന്തോഷം. കേറി വിന്നാവട്ടെ, സന്തോഷം. കേറി വിന്നാവട്ടെ എന്ന് പറയുമ്പോൾ ആ രേണുസുതിയുടെ ആ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ? നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് നോക്ക്. കയറട്ടെ, കയറി വിന്നാവുമായിരിക്കും, വിന്നാവട്ടെ. എന്താണ് എൻ്റെ രേണുസുതി? രേണുസുതിക്ക് കണ്ണുകടിയും കുശുമ്പും തീരെ ഇല്ലയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കണു. ഓക്കേ, ബാക്കി കൂടി അങ്ങോട്ട് കണ്ടു നോക്കാം. നമ്മൾ എന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓണാക്കുന്നില്ല, നമ്മളവിടെ കിടപ്പായി. TV ഓണാക്കാൻ മടിയാണെന്നുണ്ടെങ്കിലും ചേച്ചിക്ക് റീൽസ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, ഫോൺ എടുത്ത് വെച്ചിട്ട് എന്തെല്ലാം കൊപ്രായങ്ങളാണ് ഒരു റീൽസിലൂടെ ചേച്ചി കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ കാണണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേണുസുതി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ജസ്റ്റ് കയറി രേണുസുതിയുടെ ആ ഒരു റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് കണ്ടു നോക്കുക, മനസ്സിലാകും. ചേച്ചിക്ക് സമയമില്ല, ചേച്ചി ഫുൾ ടൈം കിടപ്പിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചാനലുകാരെ കൂടെ എന്തോ പൈസ കൊടുത്തിട്ടാണോ എന്നറിയാൻ പാടില്ല, വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് തന്നെ ഇന്റർവ്യൂ എടുപ്പിച്ച് ആ പാവപ്പെട്ട പയ്യന്റെ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാർട്ട് 2 എന്നും പറഞ്ഞിട്ട്. ഓക്കേ, ബാക്കി കാണാം. സന്തോഷമേ ഉള്ളൂ, മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും.
കിച്ചു ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ, കിച്ചു ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്കറിയില്ല, പറയാം. കാണട്ടെ. ഞാൻ അതുപോലെ സ്നേഹിച്ചു, അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും രേണു ചേച്ചിക്ക് അവനും അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ കഴിഞ്ഞ ദിവസം മച്ചാൻസ് വ്ളോഗിന്റെ ആ ഇന്റർവ്യൂവിൽ വന്ന് പറയൂ, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം, എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങി അവിടെ ഒരു കുഞ്ഞു വീട് വെച്ച് സമാധാനമായിട്ട് ജീവിക്കണം, എൻ്റേതെന്ന് പറയാൻ എനിക്കൊരു വീട് വേണം. സ്നേഹം ചേച്ചി, സ്നേഹം എന്ന് പറയുന്ന സാധനം ഇതുപോലെ ഈ ഓൺലൈൻ മീഡിയാസിൽ വന്നിരുന്നിട്ട് എനിക്കവനോട് സ്നേഹമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ മാത്രം പോരാ, അത് അവനുകൂടെ തോന്നണം. ഓക്കെ, എത്രാം വയസ്സില്ല, 11ാമത്തെ വയസ്സിലെന്തോ അല്ലേ കൊണ്ടുവന്ന് വളർത്തി എന്നൊക്കെ പറഞ്ഞേ. ഇപ്പൊ അവന് 18 വയസ്സെന്തോ ആയി. ആ പയ്യനിപ്പോൾ ചിന്തിക്കാനും ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ചിന്തിക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ ആയിട്ടുണ്ട്. സോ അവന് മനസ്സിലായി തുടങ്ങി എന്താണ് ശരി ഏതാണ് തെറ്റെന്ന്. അത് മനസ്സിലാക്കാനുള്ള പ്രായമായതുകൊണ്ടാണ് ആ പയ്യൻ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറി ദേ അവൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോയി നിൽക്കുന്നത് തന്നെ. മനസ്സിലായോ? ബാക്കി കാണാം. അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടു, അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയതേ ചുണ്ടിങ്ങനെ കടിച്ച് ഇങ്ങനെ ഒരു കടിച്ച് കട്ടിലേക്ക് കിടന്ന് മുടിയൊക്കെ ഒന്ന് വകന്ന് മാറ്റി പല കോപ്രായങ്ങളും പേക്കുത്തുകളും കാണിച്ച് ദേ ചുരിദാറിന്റെ ഭാഗം കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനോടാണ് ആ പയ്യന് ഒരു ദേഷ്യം. നിങ്ങൾക്കൊരു ഇളയ കുട്ടി വളർന്നു വരുന്നുണ്ട്, ഋതപ്പൻ എന്നാണ് പേര്. നാളെ ഒരു സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത സബ്സ്ക്രിപ്ഷൻ്റെയും കാര്യങ്ങളൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വരുന്നു, നാളെ സ്കൂളിൽ പോകുന്നു, കൂട്ടുകാരെ കാണുന്നു, ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ചിന്തിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. കിച്ചു ഇപ്പം അത് അനുഭവിച്ചു, അതുകൊണ്ടാണ് അവൻ നിങ്ങളെ എതിർത്തതെന്നാണ് എൻ്റെ ഒരു വ്യൂവിൽ എനിക്ക് തോന്നിയത്. ഓക്കെ, അതിന് ആരാണെങ്കിലും അത്യാവശ്യം കുറച്ചൊരു അന്തസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല രേണു സുധി. ഓക്കെ, ബാക്കിയാണ് പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു കിച്ചു, ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാ. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്നും ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. പിന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്തൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, അമ്മയെ ഋതപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അമ്മ അങ്ങനൊന്നും കാണിക്കുന്നില്ലല്ലോ. ഓ, അമ്മ ബിക്കിനി ഒന്നും ഇട്ട് അഭിനയിക്കുന്നില്ല. അമ്മയ്ക്ക് ചെറുതായിട്ട് ചുണ്ട് കടിക്കാനും ഇവിടെ ഒരു കടി ജസ്റ്റ് ഇവിടെ ഒന്ന് ഷോ കാണിക്കാനും ഇതൊക്കെ മാത്രമേ അമ്മയ്ക്ക് അറിയൂ. അമ്മയ്ക്ക് ബിക്കിനി ഒന്നും അറിയത്തില്ലെന്നേ. ഓക്കെ, ആരോ അന്ന് ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അന്ന് ഈ ചുണ്ട് കടിച്ചപ്പോൾ ആരോ ചോദിച്ചോ പറയാം, എന്റെ ചുണ്ട് മുറിഞ്ഞിരുന്നു, ഞാനൊന്ന് നനച്ചു കൊടുത്തതാണ്. എന്തൊക്കെ കേൾക്കണോ എന്റെ തമ്പുരാനെ. ബാക്കിയാണ്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ ഇത്രയും തെറികേട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്. എത്രയോ പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഘടന വരെ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്താണ് കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ച് തിരക്കിയിട്ടില്ല.
ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ ഒരു ഒരു ആൺകുട്ടി വളരുമ്പോ അവര് വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ചമ്മ നോക്കി കുട്ടിയല്ലേ അത്? അല്ലേ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ, 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി? ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അച്ഛമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ, അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽ ദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു, പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം, ആ സമയത്ത് എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമം, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവനെ. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ, ഇല്ലേ, കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട ഒരു മാറ്റം എന്താണെന്നറിയാമോ? ഈ രേണുസുധിയുടെ കൂടെ നിന്ന സമയത്ത് ഈ കിച്ചു സുധി എന്ന് പറയുന്ന രാഹുൽ ദാസ് അധികം സംസാരിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചിരിച്ച് മിണ്ടി ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് മാറി. അതെനിക്ക് തോന്നുന്നു ഈ രേണുസുധി എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്യാങ്ങിൽ നിന്നും വേർപെട്ടതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കാം. ഓക്കെ, കൊല്ലത്ത് വന്നതിന് ശേഷം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, പുള്ളിക്കാരൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി, പുള്ളിക്കാരൻ അതിൽ വ്ളോഗ് ഇടുന്നുണ്ട്, പുള്ളിക്കാരൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ മേ ബി ബിഗ് ബോസിലും ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയൊക്കെ മാറ്റങ്ങൾ ശരിക്കും ഈ രേണുസുധിയുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ആ പയ്യനെ കിട്ടില്ലായിരുന്നു. രേണുസുധി ഉറപ്പായിട്ടും അവനെ ചവിട്ടി താഴ്ത്തിയേനെ. അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രേണുസുധിക്ക് അത്യാവശ്യം കുശുമ്പും കണ്ണുകടിയൊക്കെ ഉണ്ടെന്ന് നമുക്കത് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ 2 വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. പുള്ളിക്കാരിക്ക് ഈ 2 യൂട്യൂബ് വീഡിയോയിൽ നിന്നും പക്കാ നെഗറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ ഇനി മനസ്സിലാക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതും ഒരാളെ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നോർമലി മനുഷ്യരാണ്. ഓക്കെ, അതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ദൈവം നമുക്ക് മനുഷ്യർക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പം ആ പയ്യനെ കരിവാരി തേക്കാനും അവനെ നാറ്റിക്കാനും അവൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കാനും വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറ, ബാക്കിയാണ്. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ, ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്, അന്നൊന്നും എനിക്കറിയത്തില്ല ഇവര്. ഇത്രയും വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സുധിച്ചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിന്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. അവർക്ക് വളർത്താൻ മേലായിരുന്നോ പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ? വീട്ടുകാർ. അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്. ഇതൊക്കെ എന്റെ ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കാരണമാണോ ഇവര് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രക്കറിയാലോ വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല. എനിക്ക് ഒരു മനസ്സുണ്ട്, എനിക്കൊരു വ്യക്തിയുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാക്കുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള ഞാനൊരു വ്യക്തിത്വമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രേണുസുധിക്ക് ശരിക്കും ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടോ? എടുത്തു ചാടുള്ള ഇപ്പോൾ ഉള്ള സംസാരവും കൈകാൽ പൊക്കലും ഇതൊക്കെ കാണുമ്പോൾ ഇവരൊരു രോഗിയാണ് എന്നെനിക്ക് തോന്നുന്നതേ ഇല്ല. നാളെ ചിലപ്പോൾ നമ്മൾ കാണുന്ന രേണുസുധി ഇതായിരിക്കും, കയ്യിലൊക്കെ ഇതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഇരുന്ന് കരയുന്നു, പറയുന്നു, വീഴുന്നു. ഇതായിരിക്കും നമ്മൾ കാണുന്നത്. ഈ പയ്യനെ പറ്റി നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് ചെയ്യുന്നൊരു വീഡിയോ. എന്തായാലും പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് ബാക്കി കാണാം. എനിക്ക് സംസാരിക്കണമെന്നേ,
എന്തിനാണ് ഞാൻ മനസ്സിൽ ഇതെല്ലാം മൂടി വെച്ചേക്കുന്നത്? എന്തായാലും എനിക്ക് ക്യാൻസർ വന്നു, എനിക്കിനി ട്രീറ്റ്മെന്റ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം, ഇതിന്റെ ഇടയിൽ ഇനിയും കമന്റ്സ് കാണണം, അതാണ് കാണേണ്ടത്. അവൾ ആ കൊച്ചിനെ ഇട്ടുകൊടുത്ത് അവർക്ക് മാത്രം എല്ലാം പറയാം. എൻ്റെ വീട്ടുകാരെ ഇട്ടുകൊടുത്തില്ലേ, എന്നെ ഇട്ടു തന്നില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ എനിക്കെന്താ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം വൃദ്ധപ്പനോട് കാണിക്കുന്നുണ്ടോ? അല്ല അവര് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഫോൺ ഇവിടെ എല്ലാവർക്കും പപ്പായിക്കൊണ്ട് ഫോൺ. ഇന്ന് നിമിഷം പപ്പായോ മമ്മായോ രേണുവിനെയൊക്കെ വിളിച്ച കൊച്ചിന് സംസാരിക്കാൻ വേണ്ടി ഫോൺ നിങ്ങൾ കൊടുക്കൂ. ആ പയ്യൻ ഇനി വിളിച്ചേക്കുന്നതിന്റെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു രേണുസുതി അണ്ണാക്കിൽ പിരിയും വെട്ടി അവിടെ ഇരിക്കേണ്ട അവസ്ഥ വരും. പിന്നെ രേണുസുതി തന്നെ പറയുന്നുണ്ട് ഇത് വിവാദമാകുമെന്ന്. ശരിക്കും വിവാദമാകാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഈ ഇന്റർവ്യൂ കൊടുത്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള യൂട്യൂബേഴ്സും ക്രിയേറ്റേഴ്സും ആയിട്ടുള്ള വ്യക്തികൾ ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് താങ്കളുടെ പേര് പറയുമ്പോൾ താങ്കൾക്ക് ഇതിൽ റീച്ച് കിട്ടും എന്ന് താങ്കൾക്കറിയാം. ഇതിന്റെ പേരിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് താങ്കൾ നാളെ യൂട്യൂബിൽ താങ്കളുടെ ചാനലിൽ താങ്കൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോ മില്യൺ കണക്കിന് വ്യൂസ് പോകുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഡോളറുകൾ താങ്കൾക്ക് വാരിക്കൂട്ടാമെന്ന് താങ്കൾക്കറിയാം. അതുകൊണ്ടല്ലേ ഇന്റർവ്യൂ എടുത്തത് അല്ലേ? ബാക്കി കാണാം. വരെ വിളിച്ചിട്ടില്ലല്ലോ, ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടോ എനിക്കറിയില്ല. ചോദിക്കാറുണ്ടോ ചേട്ടനെ പറ്റി? ഒന്നും എന്നെ വിഷമിപ്പിക്കുന്ന എനിക്കറിയില്ല. അവനൊന്നും എന്നോട് സംസാരിക്കാറില്ല. അവന് ചേച്ചിയുടെ മക്കളുമായിട്ടാണ് ഇപ്പം വളരുന്നത്. അവൻ സന്തോഷമായിട്ട് ഇവിടെ വളരുന്നു. അവന് ഒരു കുറവില്ലാതെ വളർത്തണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചപ്പോഴാണ് ക്യാൻസർ വന്നതും ഞാൻ കിടപ്പായതും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാൾ ഓടി നടന്നിട്ട് ഇനി ഒരു ഒറ്റ ലക്ഷ്യമില്ല. ഞാൻ തന്നെ മനസ്സിൽ ഇനി കുറച്ച് കീമോ കഴിയണം, സർജറി ചെയ്യണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, എനിക്ക് പഴയ പോലെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കരീഷ്മ എഴുന്നേറ്റ് നടക്കണം, മുന്നോട്ട് പോകണം. മോന് ചേച്ചിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, കുഞ്ഞുമോനാണ് തിരിച്ചറിയാറായിട്ടില്ല, പക്ഷെ പെട്ടെന്ന് മുടിയൊക്കെ അങ്ങ് പോകുമ്പോൾ അവന് വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അതിനാണ് ഞാൻ വിഗ് മേടിച്ചത് തന്നെ. ആൾക്ക് ഭയങ്കര വിഷമം. എനിക്കൊരു വിഗ് തന്നതാണ്, കോട്ടയത്തുള്ളൊരു ഹെഡ്സ് എന്ന് പറയുന്നവർ തന്നതാണിത്. കാരണം കുഞ്ഞിൻ്റെ ആ വിഷമം കണ്ടിട്ട് അവരെനിക്ക് വെച്ച് തന്നതാണ്. എന്നോട് എപ്പോഴും പറയാം, അമ്മ മുടി വരുമോ. അമ്മയുടെ ക്യാൻസർ എപ്പോഴാണ് അമ്മ മാറുന്നത്? അതൊക്കെ ആൾക്കാർ പറഞ്ഞറിയാം. പിന്നെ അമ്മയുടെ ക്യാൻസർ ഇനി എന്നാ മാറുന്ന അമ്മ? ഞാൻ പറഞ്ഞു മോനെ മാറും, സർജറി ഉണ്ട്. അപ്പം എന്നും വന്ന് പ്രാർത്ഥിക്കും വന്നു, അമ്മയുടെ സർജറി ചെയ്തിട്ട് അമ്മ പഴയത് ആകണേ, പഴയ അമ്മ ആവണേ, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് അത്രയും സ്നേഹിച്ചൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇന്ന് പറയേണ്ടി വന്നത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിലും എൻ്റെ ഒരു ചാനലും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇത്രയും മനസ്സിൽ കൊണ്ട് പറഞ്ഞത്. ഈ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചെലവാകും. ഒരുപാടുണ്ട്. കാരണം ഇതിനകത്ത് വന്നു ഞങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യന്റും പറയത്തില്ല. പല വ്ളോഗിലും വന്ന വോയിസാണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും പൈസ അല്ല. എനിക്ക് HER2 പോസിറ്റീവാണ്, അതായത് പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറാണ്. അതിന് ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന്, ഈ കീമോ മരുന്നിൻ്റെ കൂടെ കുത്തി വെച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേക്കൂടെ കയറുന്നത്. ഈ തുടയിൽ കയറ്റിയിട്ട്, തുടയിലാണ് കുത്തുന്നത് ആൻറ്റിബോഡി. 2.5 ലക്ഷം രൂപയുടെ എല്ലാ കീമോയ്ക്കും ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇവിടെ കുത്തിവെക്കും. ആ കുത്തിവെക്കുമ്പം ഡോക്ടേഴ്സാണ് കൂടെ നിൽക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഇത്ര മിനിറ്റ് സെക്കൻഡിനകമാണ് ഇത് പതുക്കെ കയറത്തുള്ളൂ. കാരണം അത് കയറിക്കഴിഞ്ഞാൽ അത് കയറുമ്പോൾ നമുക്ക് ഹാർട്ടിനും ഇതിനുമൊക്കെ പ്രോബ്ലം വന്നേക്കാം. അതുകൊണ്ട് അത്ര ഞാൻ മരണത്തിനും ഈ സംസാരിക്കുന്ന ഈ രേണുസുതി ട്രീറ്റ്മെന്റ് സമയത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നൂൽപാലത്തിൽ കൂടെ തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ആളുകൾ അവിടെ നിന്ന് കുറ്റം പറയും. ഇത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് തിരിച്ച്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം വന്നതെന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ച ആരും എന്നെ ഒരു നോക്ക് കാണാൻ വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്തവരാണ് എന്നെ കാണാൻ വന്നത്. അനുമോള് വന്ന്, ആദില-നൂറ. എനിക്ക് സങ്കടമുണ്ട് വരാത്തതിൽ ആൾക്കാർ. എനിക്കൊന്നും തരണ്ട. എനിക്ക് ബിന്നി വന്നത് ഭയങ്കര സന്തോഷമായി. എനിക്ക് എല്ലാവരും വന്ന സന്തോഷം. പക്ഷെ എടുത്ത് പറയാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഡോക്ടർ ബിന്നി വരുമെന്നൊന്നും. ആളും ആളുടെ ഹസ്ബൻഡും വന്നു. നമുക്ക് തരുന്നതിൻ്റെയോ അല്ലെ തരാത്തതിൻ്റെയോ അല്ല ഞാൻ പറയുന്നത്. ഒരു വന്ന് കണ്ട്, രേണു ഞങ്ങളുണ്ട് കേട്ടോ, ചേച്ചി ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യമില്ലേ, ആ ഒരു രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഓക്കെ, താങ്കള് ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലാണ്. ഇതിൽ നിന്നൊക്കെ ഹീലായിട്ട് പതിയെ പുറത്ത് വന്ന് താങ്കൾക്ക് ആൽബവും വീഡിയോസും
ബാക്കി താങ്കൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് താങ്കൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പറ്റും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും ആ പയ്യനെ ഏതിലും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കർമ്മ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ രേണുസുതി ഇനിയും നിങ്ങൾ മേ ബി ചിലപ്പോൾ അനുഭവിച്ചേക്കാം. സോ അതുകൊണ്ട് നല്ലത് ചിന്തിക്കൂ, നല്ലത് പ്രവർത്തിക്കൂ, സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ രേണുസുതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.